ഫോക്കസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം 17 തൊട്ടുള്ള വാക്യങ്ങൾ. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അവൻ വലം കൈ എൻ്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യം അന്ത്യനും ജീവനുള്ളവരുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിപ്പാനിരിക്കുന്നതും എൻ്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിൻ്റെ മർമ്മവും 7 പൊന്നിലകളുടെ വിവരവും എഴുതുക. ഈ നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. 7 നിലവിളക്കുകൾ ഈ സഭകൾ 7 സഭകളാകുന്നു എന്ന് കൽപ്പിച്ചു. അപ്പോൾ നമ്മൾ ഇനിയും വ്യക്തമായി നമ്മൾ പഠിക്കുവാൻ പോകുന്ന വേദഭാഗമാണ് ഞാനിന്ന് വായിച്ചത്. 16 വരെയുള്ള ഭാഗങ്ങൾ യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട്, യേശുക്രിസ്തു എങ്ങനെയാണ് യോഹന്നാൻ വെളിപ്പെട്ടത് എന്ന് നമ്മൾ ഈ ഭാഗങ്ങളിലൂടെ കാണുവാൻ കഴിയും. നമ്മൾ ഇനി 17-ാമത്തെ വാക്യം കാണാം. അവൻ്റെ ഡിസ്ക്രിപ്ഷൻസൊക്കെ വളരെ വിശദമായി നമ്മൾ കണ്ടതുകൊണ്ട് ഇനി ഞാൻ ആ ഭാഗത്തേക്ക് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇനി 17-ാമത്തെ വാക്യം. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെയായി. When I saw him, I fell at his feet as though dead. മരിച്ചവനെ പോലെ I fell at his feet. ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ മുമ്പിൽ മനുഷ്യൻ പ്രതികരിക്കുന്ന വിധമാണ് ഇവിടെ കാണുന്നത്. ഒരു മനുഷ്യനും ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ മുമ്പിൽ നിൽക്കുവാൻ സാധിക്കത്തില്ല. ഫോളിങ് ഡൗൺ, അവൻ്റെ മുമ്പിൽ വീഴുകയാണ്, മരിച്ചവനെ പോലെ വീഴുകയാണ്. അത് അവൻ്റെ മനുഷ്യൻ്റെ വീക്ക്നെസ് കൊണ്ടല്ല, മനുഷ്യൻ്റെ ഭയവും കൊണ്ടുമല്ല. എന്നാൽ ഇറ്റ് ഈസ് ഓൺലി അപ്രോപ്രിയേറ്റ് ഹ്യൂമൻ റെസ്പോൺസ്. ദൈവത്തിൻ്റെ തുറക്കപ്പെട്ട ആ തേജസ്സിന് മുമ്പിൽ ഒരു മനുഷ്യൻ നിൽക്കുമ്പോൾ അവൻ കവിണ് വീഴും. കവിണ് വീണ് ആരാധിക്കുക. ദൈവത്തിൻ്റെ മുമ്പിൽ നാം ആയിരിക്കുമ്പോൾ, അവൻ്റെ മുമ്പിൽ അവൻ്റെ തേജസ് നമ്മുടെ ഉള്ളിൽ വെളിപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾക്ക് വെളിപ്പെടുമ്പോൾ, നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ കവിണ് വീണ് ആരാധിക്കും. നമ്മുടെ ആരാധനയുടെ ഒരു പ്രത്യേക ഭാഗമാണ് ഇവിടെ കാണുന്നത്. നമ്മൾ ഈ ഭാഗം തന്നെ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എസെക്കിയേൽ പ്രവചനം 1-ാം അധ്യായം 28-ാമത്തെ വാക്യം നമ്മൾ പഠിക്കുമ്പോൾ, When I saw it, I fell face down. ഞാൻ മുഖം കമഴ്ത്തി ഞാൻ വീണു. ദൈവത്തിൻ്റെ വലിയ പ്രഭ വന്നപ്പോൾ എസെക്കിയേൽ പ്രവാചകൻ 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ പ്രഭ വന്നപ്പോൾ അവൻ വീഴുകയാണ്, ദൈവത്തിന് മുമ്പിൽ വീഴുകയാണ്. ദാനിയേൽ പ്രവചനം 8-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, As he came near the place where I was standing, അവൻ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഞാൻ ഭയപ്പെട്ടു. ഞാൻ ഭയം കൊണ്ട് വിറച്ച്, ടെറിഫൈഡ്, ഭയവിഹിതനായി ഞാൻ താഴേക്ക് വീഴുകയാണ്. I fell into, ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം ഞാൻ തന്നെ വായിക്കാം സമയം ലാഭിക്കാനായിട്ട്. 10-ന്റെ 9-ാമത്തെ വാക്യം ഇങ്ങനെ കാണുന്നു. അപ്പോൾ ഒരു കൈ എന്നെ തൊട്ടു, എന്നെ മുഴങ്കാലും ഉള്ളം കൈയും ഊന്നി വിറയലോടെ നിൽക്കുമാറാക്കി. അപ്പം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ വരുമ്പോൾ, ദൈവത്തിൻ്റെ പ്രസൻസ് യഥാർത്ഥമായി നമുക്കുണ്ടാകുമ്പോൾ, അവൻ്റെ സാന്നിധ്യം നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിറച്ചു പോവുകയാണ്. യെശയ്യാ പ്രവചനം 6-ാം അധ്യായം 5-ാം വാക്യം വളരെ പരിചിതമായ ഒരു വാക്യമുണ്ട്. യെശയ്യാ പ്രവചനം 6:5 ഇങ്ങനെ കാണുന്നു. അത് ഞാൻ വായിക്കട്ടെ. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ഒരു മനുഷ്യൻ,
ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന് നടുവിൽ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ വെളിപ്പാട് എനിക്ക് നിങ്ങൾക്കും ലഭിക്കുമ്പോൾ അവന് മുമ്പിൽ പിടിച്ചു നിൽക്കാനൊക്കത്തില്ല. സൃഷ്ടാവായ ദൈവത്തിൻ്റെ മുമ്പിൽ നാം ആയിരിക്കുമ്പോൾ പിടിച്ചു നിൽക്കാനൊക്കത്തില്ല. ഇത് പറയുമ്പോൾ ഞാനൊരു കാര്യം പറയുവാനായിട്ട് ആഗ്രഹിക്കുക. നമ്മുടെ ആരാധനകളിലൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുന്നുണ്ട്. നമ്മളൊരു പക്ഷേ അനുഭവിച്ചറിയുന്നില്ലെന്നിരിക്കാം. പക്ഷെങ്കിൽ അനുഭവിച്ചറിയുമ്പോൾ ഇതേ രീതിയിലായിരിക്കും നമ്മുടെ ആരാധന. ഭയം കൊണ്ട് മുഖം കമഴ്ത്തി വീഴുകയാണ്. ഇവിടെ യോഹന്നാൻ എന്താ ചെയ്യുന്നത്? യോഹന്നാൻ കമിഴ്ന്നു വീണു. പ്രിയമുള്ളവരെ, നമ്മുടെ ആരാധനകൾ ഞാൻ പലപ്പോഴും പറയുന്നത് പോലെ മാനുഷികമായ പല പുകഴ്ത്തലുകൾക്കോ മാനുഷികമായ പല 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 അന്യോന്യം പുകഴ്ത്തുന്നതിനോ ഉള്ള സമയമല്ല. മറിച്ച് കർത്താവിൻ്റെ ദർശനം കാണുക, കർത്താവിനെ കാണുക, അവൻ്റെ മുമ്പിൽ കവിണ് ആരാധിക്കുക. ഇതാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരു എഴുത്തുകാരനുണ്ട്, റോബർട്ട് മൗണ്ട്സ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ട്. അദ്ദേഹം ഈ ഭാഗത്തെക്കുറിച്ച് പറഞ്ഞേക്കുന്നത്, ഈ പറഞ്ഞ ഭാഗമാണ് ഈ വെളിപ്പാട് പുസ്തകത്തിലെ ഏറ്റവും പരമപ്രധാനമായ ഭാഗം. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ മുമ്പിൽ തന്നെത്താൻ അർപ്പിക്കുന്നത്. ഇമ്പോർട്ടന്റ് മൂമെന്റ് ഇൻ ദ എൻറ്റയർ ബുക്ക്. ഇറ്റ് ടെൽസ് ദാറ്റ് വിഷൻ എക്സ്പീരിയൻസ്. അതിനകത്ത് ഒരു കാര്യം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ വലിയവനായ ദൈവത്തിൻ്റെ അബ്സല്യൂട്ട് ഹോളിനെസ്, ആ ഉയർന്ന ആ വിശുദ്ധിയുടെ മുമ്പിൽ ഞാനും നിങ്ങളും അതിനെ നേരിടുമ്പോൾ, സൂക്ഷിച്ച് ഞാൻ സംസാരിക്കട്ടെ, തന്നെത്താൻ സമർപ്പിക്കുകയാണ്. തൻ്റെ ശരീരവും തൻ്റെ മനസ്സും തൻ്റെ ആത്മാവും ആ വലിയവനായ ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ മുമ്പിൽ തന്നെ അർപ്പിക്കുക. ഇതിൻ്റെ ഒരു പരിച്ഛേദമാ പ്രിയമുള്ളവരെ, ഒരിതാണ് നമ്മുടെ ആരാധനകൾ, നമ്മുടെ പ്രാർത്ഥന കൊണ്ടത്. നിങ്ങൾ തന്നെ ഇവാലുവേറ്റ് ചെയ്യുക. ഞാൻ ഇനിയും കൂടുതലൊന്നും പറയുന്നില്ല. തർജ്ജനത്തിൻ്റെ ഭാഷ ഞാൻ ഇനി സംസാരിക്കുന്നില്ല ഈ വിഷയത്തിൽ. നമ്മുടെ ആരാധനകൾ, ഇത് യോഹന്നാൻ മാതൃക കാണിച്ചു തന്നിരിക്കുക. ഈ മൗണ്ട്സ് പറഞ്ഞിരിക്കുന്ന, റോബർട്ട് മൗണ്ട്സ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? അവൻ്റെ വിശുദ്ധി എന്നിൽ വെളിപ്പെടുമ്പോൾ, അവൻ്റെ വിശുദ്ധിയുടെ മുമ്പിൽ ഞാനും നിങ്ങളുമായിരിക്കുമ്പോൾ, എന്നെ തന്നെ കഷ്ടമെന്ന് പറഞ്ഞുകൊണ്ട് ഭയവിഹീലനായി ഞാൻ കമന്ന് വീണുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരാധിക്കുന്ന ഒരു അനുഭവം, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഇവിടെ എക്സ്പീരിയൻസ് ഓഫ് ജോൺ, നിങ്ങളത് നോക്കിയേ. യോഹന്നാൻ ആരാണ്? യേശുവിൻ്റെ അടുത്ത ശിഷ്യൻ, ഏറ്റവും സ്നേഹിക്കുന്നൊരു ശിഷ്യൻ. 3 വർഷത്തിലധികം ദിവസങ്ങൾ തൻ്റെ കൂടെ നടന്നൊരു വ്യക്തി. ഏറ്റവും അവസാനത്തെ സപ്പറിൽ തൻ്റെ മാറോട് ചാരിയിരുന്നൊരു മനുഷ്യൻ. ക്രൂശിൻ്റെ അടിവാരത്ത് യേശുവിൻ്റെ അമ്മയും കൊണ്ട് നിൽക്കുന്നൊരു മനുഷ്യൻ. He was the beloved disciple of Jesus Christ. എന്നാൽ നിങ്ങൾ നോക്കിക്കേ, ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടപ്പോൾ, glorified Christ, തന്റെ മഹത്വം വെളിപ്പെടുത്തിയപ്പോൾ, he fell down like a dead man. അങ്ങനെയല്ലേ അവിടെ വായിക്കുന്നത്? ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാലിൽ വീഴുകയാണ്. അപ്പം നമ്മുടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. Who knew Jesus best? യേശുവിനെ നന്നായി അറിഞ്ഞവൻ, അവനോടുകൂടി നടന്നവൻ, അവനോടുകൂടി ഭക്ഷണം കഴിച്ചവൻ, അവന്റെ മരണം ദൂരെ നിന്ന് കണ്ടവൻ, അവനിപ്പോൾ യേശുവിനെ, ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ കാണുമ്പോൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്:
ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അവൻ്റെ മുഴുവൻ പ്രഭാവവും, യേശുവിൻ്റെ മുഴുവൻ പ്രഭാവവും നമ്മളത് പഠിച്ചതാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ മരിച്ചവനെ പോലെ കാലിൽ വീഴുകയാണ്. ഇത് പഠിപ്പിക്കുന്ന നമ്മളെ ഒരു സത്യമുണ്ട്. The glory of risen Christ is beyond anything human beings can handle on their own. യേശുവിൻ്റെ ഇപ്പോഴായിരിക്കുന്ന അവൻ്റെ പ്രഭാവം എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിത്വത്തിന് കൈകാര്യം ചെയ്യുവാൻ കഴിയാത്ത രീതിയിൽ അത്ര ഉന്നതമാണ് എന്നാണ് ഈ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എനിക്കൊരു റിക്വസ്റ്റ് സഹോദരന്മാരെയുണ്ട്, ദൈവഭയത്തോടെ ആയിരിക്കണം. ക്രിസ്തു വെളിപ്പെടുന്ന സഭകളിൽ കൂടെ നടക്കുന്നതെന്നൊക്കെയാണ് നമ്മൾ പഠിച്ചത്. നമ്മുടെ സൊസൈറ്റി ആറ്റിറ്റ്യൂഡൊക്കെ മാറിയിട്ട് ദൈവസഭയുടെ ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. അടുത്ത ഭാഗം, അവൻ്റെ വലങ്കൈ എൻ്റെ മേൽ വെച്ചു. 17-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം, അവൻ്റെ വലങ്കൈ എൻ്റെ മേൽ വെച്ചു. എന്നിട്ട് അവൻ എന്നോടൊരു കാര്യം പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനും ഉള്ളവനുമാകുന്നു. He placed his right hand on me. He placed right hand on me. അവൻ്റെ വലങ്കൈ, ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ വലങ്കൈ നന്നായിട്ട് നമുക്കറിയാവുന്ന കാര്യമാണ്. ഒന്നും പറഞ്ഞില്ല, അവനോടൊരു കാര്യം ചെയ്യുക, അവൻ്റെ വലങ്കൈ അവൻ്റെ മേൽ വെക്കുക. ആ വലങ്കൈ കരുണയുടെ കരമാണ്. അവൻ്റെ വലങ്കൈ ആരാണ് അവൻ്റെ വലങ്കൈ വെക്കുന്നത്? സൂര്യനെ പോലെ, അതിന് മുമ്പിലുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ സൂര്യനെ പോലെ മുഖം പ്രകാശിക്കുന്നവൻ, പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയുള്ളവൻ, അതുപോലെ തന്നെ മാറത്തു പൊൻകച്ച കെട്ടിയവൻ. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അവൻ്റെ കരം യോഹന്നാന്റെ അടുക്കേക്ക് വരികയാണ്. തറയിൽ കിടക്കുന്നൊരു മരുവൻ, അവൻ മരിച്ചവനെ പോലെ ആയിരിക്കുന്നു, അവനെ തൊടുകയാണ്. ഹിസ് റൈറ്റ് ഹാൻഡ്. ഈ റൈറ്റ് ഹാൻഡ് എന്ന് പറയുന്നത് ഹാൻഡ് ഓഫ് പവർ, അധികാരത്തിൻ്റെ ശക്തി, അതോറിറ്റി. അവൻ്റെ പ്രൊട്ടക്ഷൻ, അവൻ്റെ സംരക്ഷണ വലയം, ഇതെല്ലാം നമ്മൾ പഠിച്ച ഇത്. ഈ റൈറ്റ് ഹാൻഡ് ഇങ്ങനെ മരിച്ചവനെ പോലെ ആയിരിക്കുന്ന ഒരുവന്റെ മേൽ വെക്കുകയാണ്. The right hand that holds 7 stars. ശ്രദ്ധിക്കണം, അവന്റെ വലങ്കയിൽ 7 നക്ഷത്രം ഉണ്ടെന്നാ വായിച്ചത്. ആ സെയിം റൈറ്റ് ഹാൻഡ്, ആ വലങ്കൈ തന്നെ അതോറിറ്റി ഉള്ളവൻ, അഖിലാണ്ടങ്ങളെ നടത്തുന്നവൻ, അഖിലാണ്ടങ്ങളെ പിടിക്കുന്നവൻ, അവന്റെ വലങ്കൈ യോഹന്നാന്റെ മുകളിലേക്ക് വെക്കുകയാണ്. യോഹന്നാൻ ക്രിസ്തുവിന്റെ മഹത്വത്തിന് മുമ്പിൽ കവിണ് വീഴുമ്പോൾ ഇവിടെ യേശുക്രിസ്തു ചെയ്യുന്നത്, യേശുക്രിസ്തു comes down to where John is. യോഹന്നാൻ ആയിരിക്കുന്ന സ്ഥാനത്തേക്ക് യേശു ഇറങ്ങി വരികയാണ്. This is the gospel. This is the gospel. Amen. സുവിശേഷത്തിന്റെ ശക്തിയാണിത്. ഹല്ലേലൂയ. സുവിശേഷത്തിന്റെ ശക്തി. നമ്മൾ റൈറ്റ് ഹാൻഡ് നമ്മൾ പഠിക്കുമ്പോൾ വേദോസ്തത്തിൽ പല ഭാഗങ്ങളിൽ കാണുന്നുണ്ട്. ദാനിയേൽ പ്രവചനത്തിൽ നമ്മൾ 10-ാം അധ്യായം നമ്മൾ വായിക്കും. പഴയ നിയമ പ്രവാചകന്മാർക്ക് ഈ വലങ്കൈ എന്ന് പറയുന്ന വിഷയം വളരെ പ്രാധാന്യമുള്ളത്. 10-10 നമ്മൾ മുമ്പ് വായിച്ച ഭാഗമാണ്. അപ്പോൾ ഒരു കൈ എന്നെ മേൽ തൊട്ടു, അതായത് തൊടുന്ന കൈ. എ ഹാൻഡ് ടച്ച്ഡ് മീ എന്നാണ് വായിക്കുന്നത്. എ ഹാൻഡ് ടച്ച്ഡ് മീ. അതിന് 10-18, ദാനിയേൽ 10-18 എല്ലാവരും നോക്കണം കേട്ടോ. അപ്പോൾ മനുഷ്യ സാദൃശ്യത്തിലുള്ളവൻ പിന്നെയും വന്ന് എന്നെ തൊട്ട് ബലപ്പെടുത്തി.
വേറൊരു ഭാഗമുണ്ട്, മത്തായി സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്ക് ആ ഭാഗം നന്നായിട്ട് അറിയാം. യേശു മറുരൂപ മലയിലായിരിക്കുക 17-ന്റെ. അപ്പോൾ നമുക്ക് ആ സ്റ്റോറി അറിയാം. അവിടെ താൻ കേൾക്കുന്ന ശബ്ദം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം കേട്ടു. അപ്പോൾ നമ്മൾ അതിൻ്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്, യേശുവിൻ്റെ അവൻ്റെ ശിഷ്യന്മാർ അത് കേട്ടിട്ട് ഏറ്റവും ഭയപ്പെട്ടു എന്ന് വായിക്കുന്നുണ്ട്. കവണ്ണു വീണു എന്ന് വായിക്കുന്നുണ്ട്. ഇവിടെയും കവണ്ണു വീഴുക. യേശു അടുത്ത് ചെന്ന് അവരെ തൊട്ടു എന്നാണ് വായിക്കുന്നത്. ഈ മറുരൂപ മലയിലും ഇതേ സംഭവമാണ് നടക്കുന്നത്. അവർ കവിണ് വീണപ്പോൾ ജീസസ് came and touched them. അവനെ തൊടുകയാണ്. Get up! എഴുന്നേൽപ്പീൻ, ഭയപ്പെടേണ്ട എന്ന് പറയുക. Get up! Don't be afraid. ഒരു ദൈവദാസൻ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇതൊരു തന്റെ സെക്കൻഡ് ടച്ചാ. ഈ പത്മോസ് ദ്വീപിൽ വെച്ച് ടച്ച് ചെയ്ത അതേ യേശു തന്നെയാണ് 17-ന്റെ 17-ാം വാക്യത്തിൽ താൻ ടച്ച് ചെയ്യുക. താൻ രണ്ടാമത് ഒരു ടച്ച് വാങ്ങിക്കുക. ഒരു കാര്യം ഈ രണ്ട് ഭാഗത്തും നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് എന്താണെന്നറിയാമോ? യേശുവിൻ്റെ തേജസ് ഒരുവനെ നിലത്തേക്കിടുകയാണ്. വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. യേശുവിൻ്റെ തേജസ്സിന് മുമ്പിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ ഒരുവൻ നിലത്തേക്ക് വീഴുമ്പോൾ അടുത്ത യേശുവിൻ്റെ ആക്ഷൻ നോക്കണം. യേശുവിൻ്റെ ഗ്രേസ്, യേശുവിൻ്റെ കൃപ അവനെ നിലത്ത് വീണവനെ അടുത്തേക്ക് വന്നിട്ട്, അവൻ എടുത്ത് വീണവൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവനെ പൊക്കി എഴുന്നേൽപ്പിച്ച് നിർത്തുകയാണ്. ലിഫ്റ്റ് ഹിം ബാക്ക് അപ്പ്. ഒരേ സമയത്ത് നടക്കുന്ന കാര്യമാണ്. ദൈവത്തിന്റെ പ്രഭ നമ്മുടെ മേൽ വരുമ്പോൾ, നമ്മൾ താഴെ വീഴുമ്പോൾ യേശുവിന്റെ കൃപ അവനറിയാം. നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. നമുക്ക് പിടിച്ചു നീക്കാനൊക്കത്തില്ല ദൈവത്തിന്റെ കൃപയുടെ ബഹുത്വത്തിന്റെ മുമ്പിൽ, ദൈവത്തിന്റെ മഹത്വത്തിന്റെ പ്രതിഭയുടെ വലിയ പ്രഭയുടെ മുമ്പിൽ നമുക്ക് നീക്കാനൊക്കത്തില്ല. അവിടെ യേശു പറയുന്നൊരു വാക്കുണ്ട്, ഭയപ്പെടേണ്ട. അപ്പോൾ കർത്താവിനെ കണ്ടപ്പോൾ ഇവൻ ഭയപ്പെട്ടു പോകുക. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു. ഞാൻ ആ ഭാഗത്തേക്ക് വരാം. ഭയപ്പെടേണ്ട. നമുക്കറിയാം, നമ്മൾ സാധാരണ പ്രാസംഗികരൊക്കെ പറയാറുണ്ട് 365 പ്രാവശ്യം ഭയപ്പെടേണ്ട എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് ഭയം നമുക്ക് അത് എഴുതിയതൊരു വ്യക്തിയുണ്ട്. ആളിൻ്റെ പേരൂടെ ഞാനങ്ങ് പറഞ്ഞേക്കാം. ക്രെയ്ഗ് കീനർ എന്ന് പറയുന്നൊരു വലിയ ന്യൂ ടെസ്റ്റ്മെന്റ് സ്കോളറുണ്ട്. അദ്ദേഹമാണിത് ആദ്യമേ എഴുതിയത്. അത് കഴിഞ്ഞാണ് മറ്റുള്ളവരൊക്കെ പറയുന്നത്. 365 തവണ എലവസ്തോതി പറയുന്നുണ്ട്, ഡു നോട്ട് ബി അഫ്രൈഡ്. അത് കർത്താവ് തന്നെ പറയുന്നത് കേട്ടോ, വേറെ ആരും പറയുന്നതല്ല. കർത്താവും അല്ലെങ്കിൽ ദൈവവും, യഹോവയായ ദൈവവും കർത്താവായ യേശു ക്രിസ്തുവും പറയുന്ന വാക്കുകളാണ് 365 തവണ പറയുന്നത്. 365 തവണ ഈ സ്ക്രിപ്ചറിലുണ്ട്. അത് അദ്ദേഹം തന്നെ പറഞ്ഞതാണ്. വൺസ് ഫോർ എവറി ഡേ ഓഫ് ദ ഇയർ. ഓരോ ദിവസവും. ഈ ക്രെയ്ഗ് കീനറിൻ്റെ വാക്കാണത്. ഓരോ ദിവസത്തേക്കിനും വേണ്ടുന്ന ആ ധൈര്യം പിതാവാം ദൈവവും പുത്രനായ യേശു ക്രിസ്തുവും പറഞ്ഞിരിക്കുന്ന വാഗ്ദാനം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് നമ്മളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഭയത്തോടുകൂടി ഭാവി എങ്ങനെയായി തീരും എന്ന് ഓർത്തുകൊണ്ട് ആരെങ്കിലും ഇന്ന് രാത്രി ഈ ലൈനിൽ കയറിയിരിക്കുന്നെങ്കിൽ നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവിന് പറയാനുള്ളത് എന്താണെന്നറിയാമോ? നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. അബ്രഹാമിനോട് പറഞ്ഞിട്ടുണ്ട്. 15:1 പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 15:1 ഇങ്ങനെ വായിക്കുന്നു.
ഞാനത് പെട്ടെന്നൊന്ന് എടുത്തോട്ടെ. 15-ന്റെ 1-ാമത്തെ വാക്യം, അബ്രാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലമാകുന്നു. ഇസഹാക്കിനോട് പറയുന്നുണ്ട്. 26-ാമത്തെ അധ്യായം, ഉൽപ്പത്തി പുസ്തകം 26-ാമത്തെ അധ്യായം, അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ നമുക്കിങ്ങനെ കാണാം. 26-ന്റെ 24-ാമത്തെ വാക്യം ഇങ്ങനെ കാണുന്നുണ്ട്. താനും ഭയക്കുന്നൊരു ദിവസം, ആ ഭയന്ന ദിവസം പറയുകയാണ്, അന്ന് രാത്രി യഹോവ അവന് പ്രത്യക്ഷനായി, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവമാകുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് വായിക്കുന്നു. ആവർത്തന പുസ്തകം, ഞാൻ 2-3 വാക്യങ്ങൾ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുക, വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുക. ആവർത്തന പുസ്തകം 31-ാമത്തെ അധ്യായത്തിൽ നമ്മൾ മോശയുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്. മോശ ഭയക്കുന്നൊരു ദിവസം, അതിൻ്റെ 8-ാമത്തെ വാക്യം ഇങ്ങനെ കാണുന്നുണ്ട്. എങ്ങനെയാണെന്നറിയാമോ? അത് ഞാൻ വായിക്കട്ടെ. യഹോവ തന്നെ നിനക്ക് മുമ്പായി നടക്കുന്നു, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല, നീ പേടിക്കരുത്, ഭ്രമിക്കുകയുമരുത്. പിന്നെ യോശുവയോട് പറയുന്നുണ്ട് 1-9. അതുപോലെ തന്നെ ഗിദെയോനോട് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ദൂതൻ പറയുന്നുണ്ട്, നീ ഭയക്കരുത്. യെശയ്യാവി കൂടെ പറയുന്നുണ്ട്, നീ ഭയക്കരുത്, നീ ഭ്രമിക്കരുത്. യെരമ്യാവിനോട് 1-8 പറയുന്നുണ്ട്, നീ പേടിക്കരുത്. യെരമ്യാവേ, അവർ നിന്നെ എതിർക്കും, പക്ഷെ നീ പേടിക്കരുത്. ഇവിടെ ദാനിയേൽ 10-12 കാണുന്നുണ്ട്, നീ പേടിക്കരുത്, നീ ഭയക്കരുത്. പ്രിയമുള്ളവരെ, ഈ സമയത്ത് ദൈവത്തിൻ്റെ വചനത്തിലൂടെ എനിക്ക് പറയുവാനുള്ളത്, ഭയപ്പാടിൻ്റെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഭയക്കേണ്ട കാര്യമില്ല. വി ആർ സേഫ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗോഡ്. കാരണം ഇന്ന് ഇറങ്ങി വരുന്ന കൃപയുടെ കരം ഒന്ന് കാണണം. തേജസ്സുള്ള കരം, തേജസ്സിൻ്റെ അവൻ്റെ ശരീരം കാണുമ്പോൾ യോഹന്നാൻ അവൻ മരിച്ചവനെ പോലെ ആയെങ്കിൽ അവനെ റിസ്റ്റോർ ചെയ്യുവാൻ, അവനെ എഴുന്നേൽപ്പിക്കുവാൻ ആ കൃപയുടെ കരം എക്സ്റ്റൻഷൻ അത് നീട്ടിക്കൊണ്ട് വരികയാണ്. When Jesus says, do not be afraid in Revelation 1:17, അത് നമ്മൾ പഠിക്കുമ്പോൾ സ്പീക്കിംഗ് വിത്ത് ഫുൾ അതോറിറ്റി യഹോവ ഹിംസെൽഫ്. പഴയ നിയമത്തിൽ യഹോവ ഈ ഭക്തന്മാരോടല്ല, ഞാൻ പറഞ്ഞു, അബ്രഹാം, ഇസഹാക്ക്, മോശ, ജോഷുവ, ഗിദെയോൻ, യെശയ്യാവ്, യെരമ്യാവ്, ദാനിയേൽ എന്നീ ഭക്തന്മാരോട് ദൈവം ഭയപ്പെടേണ്ട എന്ന് പറയുന്നത് പോലെ തന്നെ അതേ ഡെൻസിറ്റിയിലാണ്, അതേ വെയിറ്റോടു കൂടിയാണ് ഇവിടെ യോഹന്നാനോട് പറയുന്നത്, ഭയപ്പെടേണ്ട. ദൈവമായി അവൻ പറയുക, ഗോഡ്സ് അതോറിറ്റിയോടുകൂടി അവൻ പറയുക, ദൈവത്തിൻ്റെ ശക്തിയോടുകൂടി പറയുക. പ്രിയമുള്ള എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് സന്ധ്യയിൽ സംസാരിക്കും. നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളായിരുന്നാലും, ഏത് വിഷയങ്ങളായിരുന്നാലും ദൈവത്തിൻ്റെ മുമ്പിൽ വെക്കുമ്പോൾ, ദൈവത്തിൻ്റെ സന്നിധിയിൽ വെക്കുമ്പോൾ ഭയപ്പെടണ്ട എന്നുള്ളൊരു ശബ്ദമാണ് നമുക്ക് കേൾക്കുവാൻ കഴിയുന്നത്. ഇവിടെ യോഹന്നാനത് കേൾക്കുക, അവൻ്റെ വലങ്കൈ എൻ്റെ മേൽ വെച്ചു, കൃപയുടെ വലങ്കൈ. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. വളരെ പ്രാധാന്യമുള്ള ചില കാര്യങ്ങൾ അവിടെ കാണുന്നു. ഐ ആം ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ്. ചില കാര്യങ്ങളാണ് പറയുന്നത്, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു. ഈ പുസ്തകത്തിലെ ഏറ്റവും ശക്തമായ ഒരു വാക്യമാണ്. അത് പഠിക്കണമെങ്കിൽ യെശയ്യാപ്രവചനം 44-ാമത്തെ അധ്യായത്തിലേക്ക് പോകണം. 44-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം നമുക്ക് കാണാം. എന്താ 44-ന്റെ 6-ാമത്തെ വാക്യം? അതിങ്ങനെയാണ് കാണുന്നത്, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ, അവൻ്റെ വീണ്ടെടുപ്പുകാരനായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ആദ്യനും അന്ത്യനും ആകുന്നു, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. ഐ ആം ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ്. അപ്പാർട്ട് ഫ്രം മീ, ഞാനല്ലാതെ
There is no other God. 48:12 നമ്മൾ കാണുന്നുണ്ട്. യെശയ്യാവ് 48:12 നമ്മളിങ്ങനെ കാണുന്നുണ്ട്. അത് നോക്കണം നമുക്ക്. 48:12 നമുക്ക് ഇങ്ങനെ കാണുന്നു. ഞാനത് വായിക്കട്ടെ. 12-ാം വാക്യം. യാക്കോബേ, ഞാൻ വിളിച്ചിരിക്കുന്ന ഇസ്രായേലേ, എൻ്റെ വാക്ക് കേൾക്കുക. ഞാൻ അനന്യൻ, ഞാൻ ആദ്യനും ഞാൻ അന്ത്യനുമാകുന്നു. ഞാൻ ആദ്യനും ഞാൻ അന്ത്യനുമാകുന്നു. വളരെ ഈ ചുമ്മാ പറയുന്നതല്ല, വളരെ പ്രാധാന്യമുള്ളതാ. 48:12 I am he, I am the first and I am the last. നമുക്ക് അതിനെ ഇങ്ങനെ നമുക്ക് പഠിക്കാൻ കഴിയും. നമ്മുടെ ദൈവത്തിന് മുമ്പായി ഒന്നും തന്നെ ഇല്ല. ഈ വാക്യം ആദ്യനും അന്ത്യനും എന്ന് പറയുന്നതിൻ്റെ വാക്കിൻ്റെ അർത്ഥമാണ് അവൻ്റെ സോവറിനിറ്റി, അവൻ്റെ പരമാധികാരത്തെ കാണിക്കുക. അവൻ്റെ മുമ്പായിട്ടൊന്നും തന്നെ ഇല്ല, അവന് ശേഷമൊന്നുമില്ല. സിമ്പിൾ. അവൻ he is the beginning of everything. സകലത്തിൻ്റെയും തുടക്കം അവനാണ്. and the end of everything. അവൻ എല്ലാറ്റിൻ്റെയും അവസാന വാക്കാണ്. നിലവിലുള്ള സകലത്തിൻ്റെയും തുടക്കവും അവസാനവും അവൻ തന്നെയാണ്. He is the first word and he is the last word. പ്രിയമുള്ളവരെ, പല വിഷയങ്ങൾക്കും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് ലാസ്റ്റ് വേർഡ് ഡോക്ടറുടെ എന്നായിരിക്കും പറയുന്നത്. ഇനിയും 10 മാസം കൂടെ ജീവിക്കത്തുള്ളൂ, അല്ലെ 5 മാസം കൂടെ ജീവിക്കത്തുള്ളൂ എന്ന് പറയുമ്പോൾ അവരുടെ ആരുടെയും ലാസ്റ്റ് വേർഡ് അല്ല. പ്രിയമുള്ളവരെ, ഇന്ന വിഷയത്തിൽ ഒരു തീർപ്പ് കൽപ്പിക്കുവാൻ കോടതികളിൽ കയറി ഇറങ്ങുമ്പോൾ ലാസ്റ്റ് വേർഡ് കോടതി മനുഷ്യ കോടതികളല്ല എന്നുള്ള നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ പല ചിന്താഗതികളും ഇന്നതുപോലെയായി തീരുക എന്ന് പറയുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവ് പറയുന്ന I am the last word. സകല തീരുമാനങ്ങളെയും അട്ടിമറിക്കുവാൻ കഴിയുന്ന ഒരു വലിയവനായ ഒരു ദൈവം, അവൻ സർവശക്തനാണ് എന്നുള്ള വസ്തുത ഇന്ന് സന്ധ്യയിൽ നമ്മൾ മനസ്സിലാക്കണം. ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ്. യഹോവയ്ക്ക് മാത്രമേ അത് പറയാനൊക്കത്തുള്ളൂ. ഇവിടെ എടുത്ത് പറയുമ്പോൾ എന്താ പറയുന്നറിയോ? ഈ പത്മോസ് ദ്വീപിൽ വെളിപ്പെട്ടവനായ യേശുക്രിസ്തു യഹോവയാം ദൈവം തന്നെയാ. ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് മീൻസ് the last. 4 things simultaneously. ഒന്ന്, അവന് സോവറിനിറ്റി ഉണ്ട്. അവൻ സർവാധികാരിയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ സർവാധികാരികളൊന്നുമല്ല. ഒരു മനുഷ്യൻ സർവാധികാരിയല്ല. ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് എന്ന് പറയുമ്പോൾ, ആദ്യനും അന്ത്യനും എന്ന് പറയുമ്പോൾ അവൻ 4 മീനിങ്ങാണ് ഉള്ളത്. അവൻ സർവാധികാരിയാണ്. അവൻ്റെ കയ്യിൽ ആ സകലതും കൺട്രോളുള്ളത്. അവൻ ചരിത്രം തുടങ്ങുമ്പോൾ അവനുണ്ട്. He is not reacting to events. He is directing them. അവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുക. ഇന്ന് സന്ധ്യയിലെ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും വിചാരിക്കും, കർത്താവ് എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കേണ്ടത്, നീ ഇതിനൊന്നും മറുപടി തരുന്നില്ലേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമായിരിക്കാം. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി നിയന്ത്രിക്കുന്നവനാണ്. അവൻ സകലത്തെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ ജീവിതത്തിൽ, ഈ ലോകത്തിൽ, അഖിലാണ്ട ഘടാകത്തിൽ സകലത്തെയും നിയന്ത്രിക്കുന്നവനായ ഒരുവൻ ആണ് നമ്മുടെ ദൈവമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. He is controlling everything. നമ്മൾ ഈ കാര്യം വളരെ വ്യക്തമായി നമ്മൾ പഠിക്കേണ്ടത് ആവശ്യം. He is controlling everything. അപ്പം ഈ കാര്യം നമ്മൾ വളരെ വ്യക്തമായി നമ്മൾ പഠിക്കേണ്ടത് ആവശ്യമാണ്. He is controlling everything. Hallelujah. സ്തോത്രം. He is controlling everything. അടുത്തത്, അവൻ കൺട്രോൾ ചെയ്യുക മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ അവൻ
ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് പെർമനന്റ്. ഇവിടെ ഇത് എഴുതുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. പെർമനന്റായ ഒരു വ്യക്തി, ഇത് ആദ്യത്തെ സഭകൾക്ക് എഴുതുക എന്നുള്ളവരെ നിങ്ങൾക്കറിയാം. സഫറിങ് ചർച്ചിൽ എഴുതുകയാണ്. 1-ാം നൂറ്റാണ്ടിലെ പീഡിപ്പിക്കപ്പെട്ട സഭകൾ എഴുതുന്ന ഭാഗമായത്. ഈ പെർമനന്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? തന്നെ പീഡിപ്പിക്കുന്ന ഈ റോമൻ ഗവൺമെന്റ് ടെമ്പററിയാ. സീസർ, അന്നത്തെ സീസർ ടെമ്പററിയാ. അവരെല്ലാം കടന്നു പോകുന്നവരാ. ഇന്നവരാരുമില്ല. റോം ഗവൺമെന്റ് ഇന്നില്ല. ഇവിടെ യേശു പറയുന്നത് ഐ ആം ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ്. ഞാനാണ് ആദ്യനും അന്ത്യനുമായവൻ. ഇന്ന് റോമൻ ഗവൺമെന്റ് ഇല്ല. റോം വാസ് നോട്ട് ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ്. സീസർ വാസ് നോട്ട് ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ്. ഹി ഈസ് എ സോവറിൻ. ഹി ഈസ് എ സോവറിൻ. ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഭയക്കേണ്ട കാര്യമില്ല. കാരണം എന്താണെന്നറിയാമോ? അവൻ നമ്മുടെ ജീവിതത്തിൻ്റെ തുടക്കവും നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനവും നമുക്ക് നന്നായി അറിയാം. പെർമനൻ്റായി നമ്മളെ അറിയുന്നവൻ. നമ്മൾ ഈ അവസരം മനസ്സിലാക്കേണ്ടത്, ചർച്ച് എന്ന് പറയുന്നത് ക്രഷ് ബൈ റോമൻ ഇമ്പീരിയൽ പവർ. ആ സമയത്ത് റോമൻ ഇമ്പീരിയൽ പവർ ചർച്ചിനെ ഇങ്ങനെ 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 പിഴിഞ്ഞുകൊണ്ടിരിക്കുക. ഇവർക്ക് ഇതിനെ നശിപ്പിക്കുവാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. എന്നാൽ സീസർ ഈസ് നൈദർ ദ ഫസ്റ്റ് നോർ ദ ലാസ്റ്റ്. ഹി ഈസ് എ ടെമ്പററി പ്രോബ്ലം ഇൻ ദ ഇറ്റേണൽ സ്റ്റോറി ഓഫ് വൺ ഹൂ വാസ് ബിഫോർ റോം ആൻഡ് വിൽ റിമെയിൻ ആഫ്റ്റർ റോം ഈസ് ഡസ്റ്റ്. ഒരു എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്ന ഭാഗം ഞാൻ വായിക്കാം. റിച്ചാർഡ് ബക്ക്മാൻ എന്ന് പറയുന്ന ആ എഴുത്തുകാരൻ എഴുതിയിരിക്കുന്നതാണ്. ഇതിന് ഈ ഭാഗത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വാക്കാ. ആ സമയത്ത് ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് പറയുമ്പോൾ ഇവർ വല്ലാത്ത പ്രോബ്ലത്തിൽ കൂടെ പോയിരിക്കുക. പക്ഷേ ടെമ്പററി പ്രോബ്ലമാണ്. ഇറ്റേണൽ സ്റ്റോറി വെച്ച് നോക്കുമ്പോൾ അവരിന്നിവിടെ ഇല്ല. റോമൻ ഗവൺമെന്റോ റോമൻ ഗവൺമെന്റിന്റെ അനുയായികളോ ഇന്ന് ഭരിക്കുന്നില്ല. അവർക്ക് ദീർഘകാലം നിൽക്കുവാൻ കഴിയുന്നില്ല. എന്ന് എൻ്റെ യേശുവിൻ്റെ കൃപ നമ്മളുടെ മേൽ എന്നേക്കുമായി നിൽക്കുന്നു എന്നൊരു വസ്തു നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള ഇന്നുള്ള താൽക്കാലിക പ്രശ്നങ്ങൾ, താൽക്കാലിക വിഷയങ്ങൾ, അത് ടെമ്പററിയാ പ്രിയമുള്ളവരെ. ഞാൻ പഴയ നിയമത്തിലെ വാക്യങ്ങളിൽ വായിച്ചല്ലോ. ഞാൻ ആദ്യനും അന്തിനുമാണ്. അത് യഹോവയായ ദൈവം പറയുന്ന ആ ദൈവം തന്നെയാണ് യേശുക്രിസ്തു. ആ യേശുക്രിസ്തു പറയുന്നു, ഞാൻ ആദ്യനും അന്ത്യനുമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ, ഒന്നാമത്തെ ദിവസം മുതൽ അവസാനത്തെ ദിവസം വരെ നന്നായി പരിപാലിക്കുവാൻ കഴിയുന്ന വലിയവനായ ദൈവമാണ് നമ്മുടെ കൂടെ കരം പിടിച്ചിരിക്കുന്നത്. അവനാണ് നമ്മളെ തൊട്ടിരിക്കുന്നത്. അവൻ്റെ വലം കൈയാണ് നമ്മളെ പിടിച്ചിരിക്കുന്നുള്ള വസ്തു നമ്മൾ മറന്നു പോകരുത്. Jesus was there for everything stated. Jesus will be there after everything ends. എല്ലാം തുടങ്ങിയാലും ആ തുടങ്ങുമ്പോഴും ഉണ്ട്, തുടങ്ങുന്നതിന് മുമ്പേ അവനുണ്ട്, തീരുമ്പോഴും അവനുണ്ട്. എവറിതിങ് ഇൻ ബിറ്റ്വീൻ. അതിനു മുമ്പ് നമ്മളെ ഭീഷണിപ്പെടുത്തുന്ന എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അവൻ്റെ കൺട്രോളിലാണ്, അവൻ്റെ അതോറിറ്റിയിലാണെന്നുള്ള വസ്തു മറന്നുപോകുന്നത്. ഇന്ന് പലരും ഓരോ ഗവൺമെൻറ്റുകൾ മാറി വരുമ്പം ഭയക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് പറയും, നമ്മുടെ ദൈവത്തെക്കുറിച്ചുള്ള ആ ആഴമേറിയ ചിന്തയില്ലാത്തത് കൊണ്ടാണ്. നമ്മൾ വിശ്വാസികളാണെന്ന് പറയുകയൊക്കെ ചെയ്യും കേട്ടോ. ഒരു മനുഷ്യനെയും ഇപ്പം ഇന്ത്യ തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന വല്ലാത്തൊരു സ്റ്റേജ്. ആ സ്റ്റേജ് അത് ഇന്ത്യയുടെ എന്ന് പറയുന്ന രാജ്യം തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ കർത്താവുണ്ട്. അതിൻ്റെ അവസാനത്തെ ദിവസം കഴിഞ്ഞാലും നമ്മുടെ കർത്താവുണ്ട്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പറഞ്ഞാൽ നമ്മുടെ ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ കർത്താവുണ്ട്, കഴിഞ്ഞാലും നമ്മുടെ കർത്താവുണ്ട്. അതിൻ്റെ അടുത്ത ഭാഗം ഐ ആം ദ ലിവിങ് വൺ.
ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ജീവനുള്ളവനാ. നമ്മൾ വളരെ സാവകാശമാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. ഇതോടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ ആഗ്രഹിക്കുക. ഐ ആം ദ ലിവിങ് വൺ. ഇവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ഞാനത് പറയാൻ ശ്രമിക്കാം, നേരമില്ലാത്തതുകൊണ്ട്. അല്ലെങ്കിൽ അടുത്ത ആഴ്ച നമുക്ക് പറയാം. ഞാനിന്ന് ജീവിക്കുന്നവനാ. ഞാൻ മരിച്ചവനായിരുന്നു, ഞാനിപ്പോൾ എന്നേക്കും ജീവിക്കുന്നവനാണ്. 3 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, ഐ ആം ദ ലിവിങ് വൺ. ലിവിങ് വൺ എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ടൈറ്റിലാണ്. ഹോസോഡ് എന്ന അതിൻ്റെ ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം. ലിവിങ് വൺ, ദൈവം തന്നെയാണ്. ദൈവം എന്ന് പറയുന്നവനാണ്. പഴയ നിയമത്തിൽ ഇത് ജൂയിഷ് ലിറ്ററേച്ചറിൽ ദൈവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പദമാണ് ജീവിക്കുന്നവൻ, ജീവിക്കുന്ന ദൈവം. അതേ പദം തന്നെയാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് ഇവിടെ പറയുന്നത്. അതേ പദം തന്നെയാണ് നമ്മളിവിടെ വായിക്കുക, ലിവിങ് വൺ. അത് യഹൂദന്മാരുടെ പ്രാർത്ഥനകളിൽ അവര് ജീവനുള്ളവനെ എന്ന് വിളിച്ചുകൊണ്ടാണ് വായിക്കുന്നത്. അതേ പദം തന്നെയാണ് യേശുക്രിസ്തു ഉപയോഗിക്കുന്നത്. താൻ അവരെ യഹോവയാം ദൈവത്തെക്കുറിച്ച് ജീവിക്കുന്നവനെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ, ജീവിക്കുന്ന ദൈവം എന്ന് പറയുമ്പോൾ, ജീവനുള്ള ദൈവം എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു അതേ പദം തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഐ വാസ് ഡെഡ്. ഒന്ന്, ഞാനിന്ന് ജീവിക്കുന്നവനാ. അവിടെ തന്നെ പറയുന്നുണ്ട്, ഞാൻ മരിച്ചവനായിരുന്നു. ഇത് വല്ലാത്തൊരു സ്റ്റേറ്റ്മെന്റ് കേട്ടോ. ദ ഇറ്റേണൽ ലിവിങ് ഗോഡ്, നിത്യനായ ദൈവം. അതിന് മുമ്പ് പഠിക്കുന്നുണ്ട്, ആദ്യനും അന്ത്യനുമായ ദൈവം മരിച്ചെന്ന്. വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. അവൻ മരണത്തിലേക്ക് പ്രവേശിച്ചെന്ന്. എങ്ങനെയാണ്? മുഴുവനായി മരിച്ചു, പകുതി മരിച്ചിട്ടല്ല. ജെനുവിനായി, യഥാർത്ഥത്തിൽ അവൻ മരിച്ചു. ഇസ് ഇറ്റ് എ വണ്ടർഫുൾ തിങ്? അതൊരു വലിയ അത്ഭുതകരമായ കാര്യമല്ലേ? നിത്യനായ ദൈവം, ജീവിക്കുന്നവനായ ദൈവം, ആദിയും അന്ത്യനുമായ ദൈവം, അവൻ മരിച്ചെന്ന്. വെറും മരണമല്ല, കംപ്ലീറ്റ് ഡെത്ത്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ജനുവനായ 100% അവൻ മരിച്ചു. അവൻ മരണം അഭിനയിക്കുകയല്ലായിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിംബോളിക്കായ ഒരു ആക്ഷൻ ഒന്നും അല്ലായിരുന്നു, അല്ലെങ്കിൽ ഒരു ഫിഗറേറ്റീവായ, അല്ലെങ്കിൽ ഒരു 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 നിഴല് പോലെയുള്ള പരിപാടികളൊന്നും അല്ലായിരുന്നു. അവൻ യഥാർത്ഥത്തിൽ മരിച്ചു. ഐ വാസ് ഡെഡ്. ഏറ്റവും പരമപ്രധാനമായ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ വായിക്കുന്നത്. The eternal Son of God, നിത്യനായ ദൈവത്തിന്റെ പുത്രൻ, അവൻ മരണത്തിന് വിധേയനായി. Not as a temporary inconvenience, but as a real entry into the realm of death himself. അവൻ മരണത്തിന്റെ വാതിലിലേക്ക് അവൻ നടന്നു കയറി. അവൻ ടെമ്പററി ആയിട്ടല്ല, സ്ഥിരമായി അവൻ കയറി. മരണം ആസ്വദിച്ചു എന്നാണ് ദൈവത്തിന്റെ വചനം പഠിക്കുന്നത്. He went all the way in. ഒരു മുറിയാണെങ്കിൽ അതിനെ ആ മുറിക്കകത്തേക്ക് വാതിലിൽ എത്തി നോക്കുകയല്ലായിരുന്നു, അവൻ അകത്തേക്ക് കയറുകയായിരുന്നു. അടുത്ത സ്റ്റേറ്റ്മെന്റ്, നൗ ഐ ആം എലൈവ് ഫോർ എവർ ആൻഡ് എവർ. ഇന്ന് ഞാൻ എന്നേക്കും ജീവിച്ചിരിക്കും. അപ്പം ഞാൻ മരിച്ചവനായിരുന്നു, ഇതാ ഞാൻ എന്നേക്കും ജീവിച്ചിരിക്കുന്നു, പിന്നെ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. I'm back to life, not back to ordinary human life. യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റത് പിന്നെ മനുഷ്യനായിട്ടല്ല, അവനൊരു പുതിയ വ്യക്തിത്വത്തിലേക്ക് കയറുകയായിരുന്നു. റിസറക്ഷൻ ലൈഫ് എന്ന് പറയും. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ജീവിതത്തിലേക്ക് അവൻ പോവുകയാണ്. ഇറ്റേണൽ ലൈഫ് അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഐ ആം എലൈവ്, എന്നേക്കും ജീവിച്ചിരിക്കുന്നു, എന്നേക്കും ജീവിച്ചിരിക്കുന്നു. എന്നതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ഇൻഡിസ്ട്രക്റ്റബിൾ ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യനും നശിപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ
that can never be touched by death again. വീണ്ടും ഒരു മരണത്തിന് സാധ്യതയില്ലാത്ത രീതിയിൽ അവൻ എന്നേക്കും ജീവിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് വായിക്കേണ്ടിയിരുന്നത്. റോമാലേഖനം 6:9 we know that Christ was raised from dead. യേശുക്രിസ്തു മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു എന്ന് റോമാലേഖനം 6:9 നമുക്ക് കാണാൻ കഴിയും. ഞാൻ ആ ഭാഗം എടുക്കട്ടെ. റോമാലേഖനം 6 അതിൻ്റെ 9 വാക്യം. 6 വാക്യം എങ്ങനെ കാണുന്നു? അത് ഞാൻ എടുക്കട്ടെ. ഓക്കെ. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കാൻ ഇനി മരിക്കയില്ല. He cannot die again. Death no longer has mastery over him. അവൻ്റെ മേൽ ഇനി മരണത്തിന് അധികാരമില്ലെന്ന് അവിടെ വായിക്കുന്നു. കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നുവല്ലോ. അപ്പം യേശുക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇനി അവൻ തേജസ്സിൽ ജീവിക്കുന്ന അവൻ ഇനി മരിക്കുവാൻ കഴിയത്തില്ല. ഇത് വളരെ പ്രാധാന്യമുണ്ട് ഈ സഭയ്ക്ക്. താൻ എഴുതുന്ന 1 സഭയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. എന്താണെന്നറിയാമോ? ഈ സഭയോട് പറയുക, I have been where you are afraid of going. ഇതിൽ പലരും മരണത്തിന് വിധേയരായി പീഡനത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. ഈ വാക്ക് എഴുതുമ്പോൾ അതാണ് എൻ്റെ പ്രാധാന്യം. ഞാൻ മരിച്ചവനായിരുന്നു, ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. അത് അടുത്ത ആഴ്ച നമുക്ക് പറയാം, നമുക്ക് പഠിക്കാം. ഇവിടെ ഇത് പറയുമ്പോൾ മരണത്തിൻ്റെ കാര്യം എന്തിനായി പറയുന്നു? അതുകൂടെ നമ്മൾ കണ്ടിട്ട് നമുക്ക് ഒരു മിനിറ്റ് നിർത്താം. I have been where you are afraid of going. ഇന്ന് ഇവർ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. മരണത്തിലേക്ക് ഓരോന്നിനെയും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഇവർക്ക് മരിക്കുവാൻ ഭയമാണ്. ക്രിസ്തുവിൻ്റെ നാമത്തിന് വേണ്ടിയാ. അപ്പോൾ അവരോട് പറയുക, I have been all the way to death. ഞാൻ മരണത്തിൻ്റെ ആ താഴ്വരയിലേക്ക് കടന്നു എന്ന ആ സ്ഥലം മുഴുക്കനും ഞാൻ അതിൽ പോയവനാ. ആ മുറിയുടെ എല്ലാ കോണറും ഞാൻ കണ്ടവനാ. ഞാൻ അതിൽ നിന്നും ഇറങ്ങി വന്നവനാണ്. ഇനി ഞാൻ ജീവിച്ചിരിക്കുന്നു, മഹത്വീകരിക്കപ്പെട്ടിരിക്കുന്നു, എന്നേക്കും ഞാൻ ജീവിച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? Death is not the end of my story. എന്റെ കഥയുടെ, എന്റെ ജീവിതത്തിന്റെ അവസാന മരണമല്ല. And because you belong to me, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നത് കൊണ്ട് നിങ്ങളുടെയും അവസാനം മരണമല്ല. Death is not the end of my story. Death is not the end of my story. Because you belong to me. നിങ്ങൾ എന്നിലുള്ളവരാകയാൽ, എൻ്റെ ആകയാൽ, എനിക്ക് സംഭവിച്ചതുപോലെ തന്നെ നിങ്ങൾക്കും പറ്റാൻ പോകുകയാ. ഇറ്റ് ഈസ് നോട്ട് ദി എൻഡ് ഓഫ് യുവേഴ്സ്. നിങ്ങളുടെ കഥയുടെ അവസാനവും മരണമല്ല. അത് കഴിഞ്ഞ മരണാനന്തര ജീവിതമുണ്ട്. ക്രിസ്തുവിനോടുകൂടെ വാഴുന്ന ഒരു ജീവിതമുണ്ട് എന്ന് നമ്മൾ ഈ ഭാഗം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് ഭയക്കേണ്ട കാര്യമില്ല, പേടിക്കേണ്ട കാര്യമില്ല. ഇവിടെ യേശുക്രിസ്തു പഠിപ്പിക്കുന്നത്, ഞാൻ മരണത്തിലൂടെ പോയവനാ. മരണത്തിൻ്റെ മുറിയിൽ കയറിയോ അതിൻ്റെ ഓരോ കോണറും എനിക്ക് നന്നായി അറിയാം. എന്നാൽ എന്നെ മരിച്ചവരുടെ ഇടയിൽ നിന്നും മടക്കി വരുത്തി. Alive forever. That means മരണത്തിന് എന്നിൽ ഒരു അധികാരവുമില്ല, ഫൈനൽ പവർ ഇല്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്ക് മരിക്കാൻ ഭയമാണെങ്കിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. മരണഭയം മാറിപ്പോകട്ടെ. എനിവൺ ഹൂ ബിലോങ്സ് ടു ഹിം, അവനിലുള്ളവൻ ഈ ധൈര്യമുള്ളവനായിരിക്കും. കർത്താവിൽ
ക്രിസ്തുവിൽ സുരക്ഷിതര. എത്ര മനോഹരമാണ്! ലോകത്തിലെ ഒരു മതസംഹിതകൾക്കും തരുവാൻ കഴിയാത്ത ആ വലിയ സന്ദേശം. 17 തൊട്ടുള്ള വാക്യങ്ങൾ എല്ലാവരും നോക്കണം. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു, അവൻ്റെ വലം കൈ എൻ്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. 18-ാമത്തെ വാക്യം, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ ഇന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. നമുക്ക് ഇത് അടുത്ത ആഴ്ച ചിന്തിക്കാം.